മോത്തി ഷഹബാസിൻ്റെ മരണത്തിലേക്ക് വഴി തെളിയിച്ച അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ സംഭവം ഉണ്ടാകുന്നത് ഈ ട്യൂഷൻ സെൻ്ററിൽ ട്രിസ് എന്നുള്ള പേരിലുള്ള ട്യൂഷൻ സെൻ്ററിലാണ്. താമരശ്ശേരി ഓൾഡ് പഴയ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തായാണ് ഈ ട്യൂഷൻ സെൻ്റർ ഉള്ളത്. ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ് ട്യൂഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായാണ് ഈ ട്യൂഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. വിവിധ സ്കൂളുകളിലുള്ള ആളുകൾ, ഈ കുട്ടികൾ ഈ ട്യൂഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്നു. അന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ കഴിഞ്ഞു. അതിന് ഈ പബ്ലിക് എക്സാമിന് വേണ്ടി കുട്ടികൾ ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങ് പരിപാടി ഇവിടെ നടന്നത്. അത് പക്ഷേ ഈ പരിപാടി നടന്നത് ഈ ട്യൂഷൻ സെൻ്ററിലായിരുന്നില്ല. തൊട്ടടുത്തുള്ളൊരു വ്യാപാര ഭവൻ ഓഡിറ്റോറിയമുണ്ട്. അവിടെ വെച്ചാണ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങ് നടത്തിയത്. അവിടെ വെച്ചാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം. അതായത് MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേർ അവിടെ ഒരു ഡാൻസ് അവതരിപ്പിക്കുന്നു. അതിൻ്റെ പാട്ടുകിടക്ക് തടസ്സപ്പെടുത്തുന്നു. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന അതിനെ പരിഹസിച്ചുകൊണ്ട് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നു. അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ അത് പിന്നീട് ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് കുട്ടികൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, കുട്ടികൾ സ്വാഭാവികമായിട്ടും വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ ഈ സംഭവം ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉപയോഗിച്ച് അതിലൂടെ കുട്ടികൾ ആഹ്വാനം ചെയ്ത് എത്തുന്നു. ഇപ്പോൾ ഈ സംഘർഷമുണ്ടായ സ്ഥലത്ത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വന്നിരുന്നു. സംഘർഷത്തിൻ്റെ അതുണ്ടായിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഹോട്ടൽ ഉടമ ഉണ്ട്. ഇവിടെ വെച്ചായിരുന്നല്ലോ ഈ സംഘർഷം? അതെ 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 നിങ്ങളുണ്ടായിരുന്ന? അതെ, ഇവിടെ ഉണ്ടായിരുന്നു. മെനിയാന്നാണ് അടിപിടി ഉണ്ടായിരുന്നത്. കണ്ടിരുന്നോ ഈ വലിയ രീതിയിൽ മാരകമായി പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ അടി ഉണ്ടായിരുന്നു? അതെ, ഒരു 4 മണിക്ക് അവർ പിള്ളേർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 4 മണി കഴിഞ്ഞ് ഒരു 5, 5:30 ഇവിടെ അടി നടക്കുന്നത്. അപ്പോൾ അവരടുത്ത് അതിൻ്റെ മുമ്പേ നമ്മൾ കാര്യം പറഞ്ഞു, ഇവിടെ കൂടി നിൽക്കണ്ട, പോയിക്കോളി. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം ഗുരുതരാവുമെന്ന് തോന്നിയപ്പോൾ ഇവിടെ ട്യൂഷൻ സെൻറ്ററിലേക്ക് വിളിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ കുട്ടികളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, അവിടുത്തെ പിള്ളേരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഏകദേശം അത് കഴിഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞ 5 മിനിറ്റ് ആയി ഇവിടെ അടി നടന്നിരിക്കുന്നത്. അപ്പോഴേക്കും അവരും വന്ന് നോക്കി, എല്ലാവരും കൂടി പിടിച്ചു മാറ്റി. അടി ഉണ്ടാകുന്നതിന് മുമ്പ് മാറ്റാൻ സാവകാശം കിട്ടി? ഇല്ല, നമ്മളെ എത്ര അങ്ങനെ ഒരു അടി, ഇങ്ങനെ ഒരു വലിയൊരു അടിയിലേക്ക് പോകുന്നത് ആദ്യം ഓർത്തില്ല. ഇല്ല, ആദ്യം ഒരു 5-8 പിള്ളേരായിരുന്നു ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞു കുറച്ച് ആൾ ഇങ്ങനെ കൂട്ടമായി ഇങ്ങനെ വന്ന് ഒരു 10-30 പിള്ളേർ അവിടെ ആയി. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചത്. ഷഹബാസിന് വലിയ രീതിയിലുള്ള മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിരുന്നവരെ? ഇല്ല, അങ്ങനൊന്നും കണ്ടതായിട്ടില്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെ കേട്ട് ആരോ ഇതിലെന്തോ ഇതുണ്ടായിരുന്നു എന്നൊക്കെ, വേറെ നെഞ്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്നത് കേട്ടു. നമ്മൾ ഷഹബാസിന് അടി ഇവിടുന്നാണോ കിട്ടിയത്? അത് നമ്മൾ പെട്ടെന്ന് കണ്ടതാണല്ലോ, ഒന്ന് ഫുൾ ആളാണ്. അപ്പം അതിൽ പെട്ടെന്ന് ഒരു തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് സ്റ്റാർട്ടായി ഇവിടുന്ന് ഇങ്ങനെ അടി ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കാണുന്നത്. നേരെ ഫ്രണ്ടേജിൽ നിന്ന് കണ്ടത്. അപ്പോൾ നേരെ കാണി നമ്മൾ ഇവിടുന്ന് നേരെ ഒഴിവാക്കിച്ചിരുന്നു, പുറത്തേക്ക് ഓടിച്ചു വിട്ട്. പിന്നെ അവിടുന്ന് വീണ്ടും അടി കൂടി. ഷഹബാസ് ഇവരൊക്കെ പിന്നെ ഇങ്ങനെ മടങ്ങിപ്പോയത് കുറച്ചാൾ അവിടെ ഇവിടെ പോയി. ഇതിന് ശേഷം വേറെ എവിടുന്നോ അടി കൂടിക്കുമോ എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട്. ഇവിടെ നിന്നല്ലാതെ ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ചെറുതായിട്ട് മാത്രമേ അടി കൂടിയുള്ളൂ. വേറെ അവിടെ എവിടെയോ മാറി നിന്ന് വേറെയും അടി കൂടിയിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടത്. മാളിൻ്റെ സൈഡിൽ നിന്ന് വേറെ ഇതിന് ബാക്കി മാളിൻ്റെ ഭാഗത്ത് നിന്ന് അടി നടന്നിരിക്കുന്ന ഇവിടുന്ന് പിള്ളേർ പറയുന്നത് കേട്ടു. പക്ഷെ അവിടുന്നായിരിക്കും ഇത്ര മാരകമായ രീതിയിലുള്ള ഒരു ഇതിലേക്ക് പോകാൻ കാരണം. ഇവിടെ നിന്ന് ചെറുതായിട്ട് മാത്രമേ നടന്നുള്ളൂ. രണ്ടാമത്തെ അടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ പൂർണ്ണമായിട്ടും തിരിച്ചയക്കായിരുന്നു? തീർച്ചയായിട്ടും. ഇവിടുന്ന് നമ്മളെല്ലാവരും ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടുന്ന് അപ്പോഴേക്കും ഇവിടെയുള്ള വലിയ കാരണവന്മാരെല്ലാവരും കൂടി ഇവിടുന്ന് പെട്ടെന്ന് പിരിച്ചു വിട്ട്. മുമ്പ് ഇവിടെ എങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി? ഇല്ല, ഇതിന് മുമ്പ് ഇല്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ എന്തോ ഫെസ്റ്റിവലിനെതിരെ നടന്ന എന്തോന്നാ പറയുന്നത്, ഞായറാഴ്ചത്തെ അടി നമ്മൾ കണ്ടു. ഞായറാഴ്ച നമ്മൾ ഷോപ്പ് ലീവാണ്. അതുകൊണ്ട് അന്നത്തെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയം വെച്ചായിരുന്നു പരിപാടി നടന്നിരുന്നത്. പേര് സാലിഹ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. സാലിഹിൻ്റെ കടയിലുള്ള CCTV
ദൃശ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ സംഘർഷമുണ്ടായതിൻ്റെ ഒരു CCTV ഫൂട്ടേജ് നമുക്ക് ആ സംഭവത്തിന് പിന്നാലെ നമുക്ക് ലഭിച്ചിരുന്നു. അത് ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഈ പ്രദേശത്ത് നിന്ന്, ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ആദ്യഘട്ടത്തിലൊരു സംഘർഷമുണ്ടായി. 2 കുട്ടികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് അതിൻ്റെ തുടക്കത്തിൽ നിന്നും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം തുടർന്ന് ഈ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടുകാർ ഇടപെട്ടു. തൊട്ടടുത്ത് തന്നെ ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അവരുടെ അധ്യാപകരും വന്നു എന്നാണ് സ്വാലിഹ് പറയുന്നത്. അങ്ങനെ അവരെ തിരിച്ചയച്ചു. പക്ഷേ പിരിഞ്ഞു പോകാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ട് അവർ പിരിഞ്ഞു പോയി. പക്ഷേ രണ്ടാമത് തൊട്ടടുത്തുള്ളൊരു മാൾ ഉണ്ട്. അവിടെ വെച്ച് വീണ്ടും സംഘർഷമുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. 2 സ്ഥലത്ത് വെച്ച് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ വെച്ചായിരിക്കാം സ്വാലിഹ് ഈ ഷഹബാസിന് അതിഗുരുതരമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. കാരണം ഇവിടെ വെച്ചുണ്ടായ ഈ ട്യൂഷൻ സെൻ്ററിൻ്റെ അടുത്ത് വെച്ചുണ്ടായ ആദ്യ സംഘർഷത്തിൽ അങ്ങനെ ഗുരുതരമായ രീതിയിലുള്ള പരിക്കേൽക്കുന്ന രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല എന്നാണ് സ്വാലിഹ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് മാളിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള രണ്ടാമതുണ്ടായിരിക്കുന്ന സംഘർഷമായിരിക്കാം. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഈ പറയുന്നത് പോലെ നെഞ്ചക്കൊക്കെ ഉപയോഗിച്ചുള്ള മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അങ്ങനെ മർദ്ദിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി പരസ്പരം ലഭ്യമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അതോ പോലീസിന് ഇതിനോടകം തന്നെ ആ ദൃശ്യങ്ങളോ CCTV ദൃശ്യങ്ങളോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ? മൂത്തി, സ്വാഭാവികമായും പോലീസ് എല്ലാ CCTV ദൃശ്യങ്ങളും വിവരങ്ങളും ശേഖരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ആ ഭാഗത്ത് ഉണ്ടാകും. സ്വാഭാവികമായും മാള് ആയതുകൊണ്ട് തന്നെ CCTV ചുറ്റുപാടും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദൃശ്യങ്ങളും പോലീസ് ഒരുപക്ഷെ ശേഖരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പോലീസ് കൃത്യമായ അന്വേഷണം ഈ ഘട്ടത്തിലെങ്കിലും നടത്തേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായും പോലീസ് നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾ ഈ പറയുന്നത് പോലെ ഈ സംഘടിച്ച് ചേരിതിരിഞ്ഞ് അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കുന്നു, ആലോചന നടത്തുന്നു, ഈ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനുവേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നു.